വാസികളുടെ കൽബിൽ നമുക്ക് എല്ലാം ഒരുക്കി തന്നു നമ്മളെ പരിപാലിക്കുന്ന റബ്ബിനെ നമ്മുടെ കൽബിൽ ഓർമ്മ വേണം. നമ്മുടെ വീട്ടിൽ നമ്മൾ കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ മക്കളുടെ പഠനത്തെക്കുറിച്ച്, നമ്മുടെ വാഹനത്തെക്കുറിച്ച്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കുടുംബത്തോടൊപ്പം ഇരുന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ പങ്കുവെക്കുമ്പോൾ നമുക്കെല്ലാം ഒരുക്കി തന്ന നമ്മളെ സ്നേഹിക്കുന്ന റബ്ബിനെ കുറിച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കാറുണ്ടോ? നമ്മുടെ ഉള്ളിൽ വരേണ്ട ഒരു ആലോചനയാണ്. എന്റെ വീട്ടിലിരുന്ന് കുടുംബത്തോടൊപ്പം പല പ്രമേയങ്ങളും പറയും, പല കാര്യങ്ങളും പറയും. എന്നാൽ എല്ലാം ഒരുക്കി തന്ന് വേണ്ടത് മുഴുവനും സംവിധാനിച്ചു തന്ന അല്ലാഹ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ജല്ല ജലാലായ റഹീമായ റഹ്മാനായ റഊഫായ ലതീഫായ ആ ഔദാര്യവാനായ റബ്ബിനെ കുറിച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം എപ്പോഴെങ്കിലും നമ്മൾ സംസാരിക്കാറുണ്ടോ? മോനെ, ഈ വീട് നമുക്ക് നൽകിയത് നമ്മുടെ റബ്ബാണ്. എത്രയോ ആളുകൾക്ക് വീടില്ല, എത്രയോ ആളുകൾക്ക് കയറി കിടക്കാൻ ഒരിടമില്ല. ഈ വീട് നമുക്ക് സമ്മാനിച്ചവനാരാണ്? അല്ലാഹ്. ആരോഗ്യം നമുക്ക് സമ്മാനിച്ചവനാരാണ്? അല്ലാഹ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയോടൊത്ത് മക്കളോടൊത്തിരിക്കുമ്പോ ഔദാര്യവാനായ റബ്ബ് വാരിക്കോരി തന്ന അനുഗ്രഹങ്ങളുടെ, കടാക്ഷങ്ങളുടെ, കാരുണ്യങ്ങളുടെ, അവസാനിക്കാത്ത നിറധരികളുടെ മനോഹാരിത എപ്പോഴെങ്കിലും തന്ന നാഥനായ റബ്ബിനോട് ചേർത്ത് പറയാനുള്ള നേരമുണ്ടായിട്ടുണ്ടോ? ഇതെനിക്കെന്റെ റബ്ബ് തന്നതാണ്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹു നൽകിയതാണ്. എത്രയോ ആളുകൾക്ക് സന്താനങ്ങളില്ല, സന്താനത്തെ റബ്ബ് തന്ന സമ്മാനമാണ്. എത്രയോ ആളുകൾക്ക് പെൺമക്കളുണ്ട്, ആൺമക്കളില്ല, ആൺമക്കളുണ്ട്, പെൺമക്കളില്ല. രണ്ടുമുള്ളവർ രണ്ടും എനിക്ക് വാരിക്കോരി തന്നവനാരാണ്? അല്ലാഹുവിന്റെ സമ്മാനമാണ്. എന്തെങ്കിലും ഒന്ന് കൊടുത്തതിന് കിട്ടിയതല്ല, അപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിൽ നൽകിയതല്ല, അപേക്ഷയെ പരിഗണിച്ചു നൽകിയതല്ല. ഇങ്ങനെ നമ്മുടെ നിഅമത്തുകൾ മുഴുവനും മുമ്പിൽ വെച്ചുകൊണ്ട് കുടുംബത്തിൽ എപ്പോഴെങ്കിലും റബ്ബിനെ പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയുന്നത് എന്തൊരു മധുരമുള്ള ഒരു പറച്ചിലാണ്. കാരണം റബ്ബ് നമുക്ക് സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ പ്രമേയമാണ് അല്ലാഹ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനെ പറയണം. നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജീവിതത്തില് അല്ലാഹുവിനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാം എവിടെ നിന്ന് കിട്ടി? മിനല്ലാഹിൽ വാഹിദിൽ അഹദ്, അല്ലാഹുവിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് റബ്ബായ അല്ലാഹുവിനെ പറയണം. അങ്ങനെ വരുമ്പോൾ അല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ ഒരു മധുരമുള്ള മന്ത്രമാണ്. അല്ലാഹ് എന്ന ദിക്ർ ഒരു ആനന്ദമുള്ള ആത്മചര്യയാണ്. നിസ്കാരമാകുന്ന റബ്ബിനോടുള്ള സംഭാഷണം ഒരാനന്ദമുള്ള കർമ്മമായി മാറുമ്പോഴാണ് ഖുർറത്തു ഐനി ഫിസ്സലാഹ് ഇദാ ഹമ്മഹു അംറുൻ ബാദറ ഇലസ്സലാഹ്. ലോകഗുരുവായ പുണ്യപ്രഭുവിന് എന്തെങ്കിലും
എന്തെങ്കിലും ഒരു പ്രയാസമുള്ള പ്രതിസന്ധിയുള്ള ഘട്ടം വന്നാൽ ആനന്ദത്തിന്റെ ആത്മീയ സംഭാഷണത്തിന് വേണ്ടി മുസല്ലയിലേക്ക് നിൽക്കുമ്പോ ജല്ല ജലാലായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ഓർക്കുമ്പോഴേക്ക് ആനന്ദമാണ്. ലോകഗുരുവായ പുണ്യപ്രവരർക്ക് ബാദറ ഇലസ്സലാ, ആനന്ദത്തിന്റെ ലഹരിയാണ് നിസ്കാരം. വഖുറത്തു ഐനി ഫിസ്സലാ, എല്ലാം വാരിക്കോരി തരുന്ന, എല്ലാം തരാൻ പരമാധികാരമുള്ള, എനിക്ക് എന്തെല്ലാമുണ്ടോ ഞാൻ തന്നെ ആരുടേതാണ്? എന്റെ റബ്ബിന്റെ സൃഷ്ടിയാണല്ലോ. അല്ലാഹു അല്ലാഹു അല്ലാഹ്. എന്തിനാണ് ഈ സദസ്സ് സംഘടിപ്പിച്ചത്? അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു ചെറിയ കർമ്മം. എന്തിനാണ് നമ്മൾ ആദരണീയരായ ഒരു ഗുരുവിനെ ആദരിക്കുന്നത്? അതും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ലളിതമായ ഒരു കർമ്മം. എന്തിനാണ് നമ്മൾ ഉസ്താദ് അവറുകളെ ആദരിക്കുന്നത്? പടച്ചവനെ പറഞ്ഞുകൊടുത്ത ഒരു ഗുരുവര്യൻ എന്ന നിലയിൽ എല്ലാം റബ്ബിലേക്കുള്ള കാണിക്കകളാണ്, റബ്ബിലേക്കുള്ള സമർപ്പണങ്ങളാണ്. കൂടുതലൊന്നും ഞാൻ വഅദ് പറയാനൊരു വിജ്ഞാനിയല്ല, പ്രഭാഷണത്തിനൊരു പ്രഭാഷകനല്ല, വർണ്ണനകൾക്കൊരു സാഹിത്യകാരനല്ല, വാചകങ്ങളുടെ അലങ്കാരങ്ങൾക്കൊരു പ്രഭാഷണത്തിന്റെ സൗന്ദര്യമല്ല. പറയാനുള്ളത് പടച്ചവനെയാണ്. അതുപോലെ മധുരമുള്ള ഒരു പ്രമേയം വേറെ എന്താണുള്ളത്? അല്ലാഹുവിനെ അനുഭവിക്കുമ്പോഴാണ് ഹൃദയത്തിന് മധുരമുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഖൽബിലേക്ക് വരണം ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുമ്പോഴുള്ള രസം. ഇന്ന് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള പലതും അല്ലാഹുവിലേക്ക് അടുപ്പിക്കാതെ വഴിമാറിപ്പോകുന്നു. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ പലതും എവിടെ വെച്ചോ തിരിഞ്ഞു പോകുന്നു. താല്പര്യങ്ങളുടെ വഴിയിലേക്ക് മാറി സഞ്ചരിക്കുന്നു. വികാരങ്ങളുടെ ലോകത്തേക്ക് വഴിമാറുന്നു. റബ്ബിലേക്ക് ചേരാനുള്ള പലതും എവിടെ വെച്ചോ വഴിമുട്ടുന്നു. അതുകൊണ്ട് റബ്ബ് ജല്ല ജലാലുഹു തആല ഫീ ഉലാഹ് നമുക്ക് ഇത്രയും ഔദാര്യം ചെയ്യുന്ന വേറെ ആരും ഇല്ല. കോവിഡ് വന്നപ്പോൾ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. ഞാൻ എന്തേ മരിക്കാഞ്ഞത്? മാസ്ക് ധരിച്ചത് കൊണ്ട് അല്ല, വാക്സിൻ എടുത്തത് കൊണ്ട് അല്ല, ക്വാറന്റൈനിൽ കഴിഞ്ഞതുകൊണ്ട് അല്ല, എന്റെ റബ്ബെനിക്ക് ഔദാര്യം ചെയ്തതുകൊണ്ട് മാത്രം. എന്റെ പ്രായക്കാരായ ഒരുപാട് ആളുകൾ മരിച്ചുപോയി. ഞാൻ എന്തേ ഇവിടെ നിൽക്കുന്നത്? വേറെ ഒരു ന്യായവും അടിസ്ഥാനപരമായ ന്യായമല്ല. അല്ലാഹു ജല്ല ജലാലുഹു ലതീഫായ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രം, വേറെ ഒന്നും അല്ല. നമുക്കുള്ളത് മുഴുവനും അങ്ങനെയാണ്. നമുക്കുള്ളത് മുഴുവനും അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ആ നിലയിൽ റബ്ബിലേക്ക് നമ്മുടെ ഖൽബൊന്ന് ചേരുമ്പോൾ ഈ ജീവിതത്തിന് മധുരം എപ്പോഴാണ് അനുഭവിക്കുക? അല്ലാഹുവിലേക്ക് നമ്മുടെ ഖൽബ് ചേർന്ന് നിന്ന് ആനന്ദിക്കുമ്പോഴാണ് ദിക്റുല്ലാഹ്. ഓ പ്രിയമുള്ളവരെ, അല്ലാഹ് എന്ന പവിത്ര നാമം പറയുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരനക്കം അനുഭവപ്പെടുന്നുണ്ടോ? പ്രതീക്ഷയും ഒന്നുമില്ലേ? പണിയെടുത്താലേ ശരിയാവും. അല്ലാഹു എന്ന പവിത്രമായ നാമം പറയുമ്പോൾ ഒന്നുകിൽ അവന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് പിടയ്ക്കണം, അല്ലെങ്കിൽ അവന്റെ സ്നേഹം അറിഞ്ഞുകൊണ്ട് അടുത്തുകൊണ്ട് ഉറവ പൊട്ടണം. രണ്ടും ഉണ്ടാകുമ്പോഴാണ്
പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ നിന്ന് റബ്ബിലേക്കൊരു ചാനൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളാവുന്നത്. മുസല്ലയിൽ നിന്നുകൊണ്ട് ഉസല്ലി ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം അഥവാ അല്ലാഹുവിലേക്ക് ഞാൻ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന വിചാരത്തോടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് കൈകെട്ടിയിട്ട് സലാം വീട്ടുന്നതിന്റെ ഇടയിൽ റബ്ബ് എവിടെയാണ് വന്നത്? അല്ലാഹുവുമായി എവിടെയാണ് സംബന്ധിച്ചത്? അപ്പോഴാണ് അത് നിസ്കാരമായത്. അല്ലാഹു എവിടെയും എത്തിയില്ലേ? നിസ്കാരമായിട്ടില്ല. പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ എവിടെ? അല്ലാഹുവിന് വേണ്ടി എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തക്ബീർ ചൊല്ലിയിട്ട് ആരംഭിച്ച നിസ്കാരത്തിൽ അല്ലാഹു എവിടെയാണ് നമ്മുടെ ഹൃദയത്തോട് സന്ധിച്ചത്? അപ്പോഴാണ് നിസ്കാരമായത്. നവൈതു സൗമ ഗദിൻ അൻ അദാഇ എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് ലില്ലാഹി തആല. റമളാനിന്റെ വ്രതാനുഷ്ഠാനത്തിന് തീരുമാനമെടുത്തപ്പോൾ അവിടെയും നമ്മൾ പറഞ്ഞത് അല്ലാഹുവേ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് വ്രതം തുടങ്ങിയത്. അവിടെ റബ്ബിനോട് നമ്മൾ സന്ധിച്ചത് എവിടെയാണ്? നമ്മുടെ നിസ്കാരമാവുന്നത് അത് റബ്ബിനോടുള്ള ഹിവാറാകുമ്പോൾ, അല്ലാഹുവിനോടുള്ള ആനന്ദ സംഭാഷണമായി മാറുമ്പോഴാണ് നിസ്കാരം അതിന്റെ ഉന്നതിയിലേക്ക് എത്തുന്നത്, നിസ്കാരം അതിന്റെ ആത്മാവിലേക്ക് എത്തുന്നത്. അല്ലാഹു നമ്മുടെ വിചാരത്തിൽ എവിടെയും വന്നില്ലെങ്കിൽ ലില്ലാഹി തആല എന്ന് ചൊല്ലിയത് എവിടെ? തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി. ഓ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം റബ്ബിലേക്ക് ചേരുമ്പോഴാണ്, അല്ലാഹുവിലേക്ക് ചേരുമ്പോഴാണ് ആ കൽബായി മാറുന്നത്, ഹൃദയമായി മാറുന്നത്. അല്ലാഹുവിലേക്ക് ചേരണം, അപ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലയോ ഹബീബായ തങ്ങളെ, ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. ഓ നബിയേ, അല്ലാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ തങ്ങൾ പറയേണ്ട മറുപടി ഞാൻ ഇവിടെയുണ്ട്, ഇന്നീ ഖരീബ്, ഇവിടെ തന്നെയുണ്ടെന്ന് പറയണേ നബിയേ. അല്ലാഹുവിനെ ഖരീബായി അനുഭവിച്ചവരാരാണ്? ഞാൻ ഇവിടെയുണ്ടെന്ന് മാത്രമല്ല, ഉദ്ഉനി, എന്നെ നിങ്ങൾ വിളിച്ചോളൂ, ഞാൻ നിങ്ങളുടെ വിളി കേൾക്കാൻ റെഡിയാണ്. എത്ര മനോഹരമായ ഒരു പ്രയോഗമാണത്. ഓ നബിയേ, തങ്ങളോട് ആരെങ്കിലും അടിമകൾ, എന്റെ ദാസന്മാര് ചോദിക്കുകയാണ് റബ്ബ് എവിടെയാണെന്ന് ചോദിച്ചാൽ തങ്ങള് പറയേണ്ട മറുപടി ഇന്നീ ഖരീബ്, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന്. ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ വിളിച്ചാ കേൾക്കുവോ? ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ ഉത്തരം ചെയ്യാൻ റെഡിയാണ്. അല്ലാഹു ഖരീബാണ്, യാ ഖരീബ്. ആ ഖരീബായ റബ്ബ്
ഖരീബാണെന്ന് അനുഭവിക്കാനുള്ള അവസ്ഥയാണ് മഹബ്ബത്തുല്ലാഹ്. അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുമ്പോൾ ഫഇന്നീ ഖരീബ്. നമ്മൾ വിചാരിക്കും മറാത്തിബുകളിൽ ചൊല്ലി വെച്ചിട്ടുള്ള ചില ദിക്റുകൾ അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇത് 111 വട്ടം ചൊല്ലി മടിയന്മാര് വന്നപ്പോൾ 11 വട്ടമാക്കി. അതിലേറെ മടിയന്മാര് വന്നപ്പോ ആ 11 എക്സ്പ്രസ്സായി പാസ് ചെയ്തു പോയി. നിർത്താനുള്ള ഒരു ഉപചാരമാണോ അത്? അല്ല, അതൊരു അനുഭവത്തിന്റെ പ്രകാശനമാണ്. അപ്പോഴാണ് റാത്തിബുകൾ അല്ലാഹുവിലേക്ക് ചേരുന്ന മന്ത്രങ്ങളായത്. എന്തേ കാരണം? അല്ലാഹുവിനെ ആലോചിച്ചു കഴിയുന്ന ഒരു ദാസന്റെ മനസ്സിലേക്ക് വരികയാണ് അല്ലാഹു ഹാദിരി, എനിക്കെല്ലാം തന്നു എന്നെ പരിപാലിച്ച് താലോലിച്ചു കൊണ്ട് നടക്കുന്ന റബ്ബ്. എന്നെ താലോലിക്കുന്നത് എങ്ങനെയാണ്? എന്റെ കണ്ണിങ്ങനെ ചലിക്കണമെങ്കിൽ കണ്ണിൽ ഒരു നനവ് വേണം. ആ നനവൊന്ന് കുറഞ്ഞാൽ എന്റെ കണ്ണ് അനങ്ങുകയില്ല, ചലിക്കുകയില്ല. എന്റെ കണ്ണിന്റെ ഫംഗ്ഷൻ തകരാറായി പോകും. ഇതിനാവശ്യമായ അളവിൽ ഈ കണ്ണ് ചലിക്കാനുള്ള ദ്രാവകത്തിന്റെ നനവ് തന്നവൻ ആരാണ്? അല്ലാഹ്, അല്ലാഹ്, അല്ലാഹ്. അതിസൂക്ഷ്മമായിട്ട് ആലോചിക്കുമ്പോൾ അല്ലാഹു ലതീഫായ റബ്ബ്, റഊഫായ റബ്ബ് നമ്മുടെ ഒരു ദിവസത്തെ പ്രവർത്തനത്തിന് ഏതെല്ലാം സൂക്ഷ്മമായ ഫംഗ്ഷനുകൾ നമ്മുടെ ശരീരത്തിൽ വെച്ചുപോയി. രോമങ്ങൾ വേണ്ടിടത്ത് രോമം, വിയർക്കേണ്ടിടത്ത് വിയർപ്പ്, നനവുകൾ നിലനിൽക്കേണ്ട സ്ഥലങ്ങളിൽ നനവുകൾ, വേസ്റ്റ് മാനേജ്മെന്റിനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം കൃത്യമായി വെച്ചിട്ടുള്ളവൻ ആരാണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടേണ്ട വേസ്റ്റുകൾ കൃത്യമായ അനുപാതത്തിലൊന്ന് തള്ളാതിരുന്നാൽ നമ്മുടെ ശരീരം മുഴുവനും അപകടത്തിലായി. മൂത്രമൊഴിക്കാൻ കഴിയാതെ കുടുങ്ങിക്കിടന്ന് പുളയുന്ന മനുഷ്യരെ കണ്ടില്ലേ? അപ്പോഴാണ് ഈ സിസ്റ്റത്തിന്റെ മഹത്വം മനസ്സിലായത്. അപ്പോഴാണ് പതിറ്റാണ്ടുകളായി കൃത്യമായ ഒരളവിൽ എന്റെ ശരീരത്തിൽ നിന്ന് കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ മൂത്രം ഡിസ്പോസ് ചെയ്തതിന്റെ മൂല്യമറിയുന്നത്. ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഒരു അല്പനേരം യൂറിൻ ബ്ലോക്ക് ആയപ്പോഴാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൂർണ്ണ ആരോഗ്യം നൽകണേ അല്ലാ. അപ്പോഴാണ് ഈ ഫംഗ്ഷന്റെ മൂല്യമറിഞ്ഞത്. ഇങ്ങനെ കോടാനുകോടി സെല്ലുകളെ കൃത്യമായ അളവിൽ പരിപാലിക്കുന്നവൻ, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന അല്ലാഹ്, അവനെ അറിയുകയാണ് അല്ലാഹു ഹാദിരി. റബ്ബിനെ അറിയണം. എല്ലാ പഠനങ്ങളും എല്ലാ മനനങ്ങളും എല്ലാ ആരാധനകളും ആ റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികളാണ്. അപ്പോഴേ അത് ആരാധനയാവൂ, അപ്പോഴേ അത് പുണ്യകർമ്മമാകൂ, അപ്പോഴേ അത് അനുഷ്ഠാനമാകൂ, അപ്പോഴേ അത് ഉപവാസമാകൂ, അപ്പോഴേ അത് സാധനയാകൂ, അപ്പോഴേ അത് ധ്യാനമാകൂ. അങ്ങനെ ആകണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, ഞാൻ എൻ്റെ റബ്ബിന്റെ നിരീക്ഷണ വലയത്തിലാണല്ലോ. അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ
എനിക്ക് വേണ്ടപ്പോഴൊക്കെ വേണ്ടതൊക്കെ തന്നിങ്ങനെ കൊണ്ടു നടക്കുന്നത് റബ്ബെന്നെ പരിപാലിക്കുന്നുണ്ട്. അല്ലാഹു ഷാഹിദീ, അല്ലാഹുവിന്റെ ക്യാമറ സർവൈലൻസ് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനങ്ങനെയൊക്കെ പറയണം? അല്ലാഹു മഈ. ആത്മജ്ഞാനികളുടെ വിചാരത്തിന്റെ ഘട്ടങ്ങളാണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ എന്ന് ഔസുൽ ആലം തങ്ങൾ ചൊല്ലിയപ്പോൾ അല്ലാഹുവിലേക്ക് തടിയും മനസ്സും ചേർന്ന് നിന്നപ്പോഴാണ് ഔസുൽ ആലമായി മാറിയത്. അവിടുത്തെ മുരീദുമാർ ആ മന്ത്രമൊന്ന് ചൊല്ലിയപ്പോൾ അവരുടെ ആത്മാവുകൾ അല്ലാഹുവിലേക്ക് ചേർന്നപ്പോഴാണ് ആത്മീയമായ മാധുര്യമുള്ള മന്ത്രമായി മാറിയത്. അവർ 111 ചൊല്ലിയതറിഞ്ഞില്ല, അവരായിരമായതറിഞ്ഞില്ല. അവർ അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ എന്ന് ചൊല്ലിയപ്പോഴേക്ക് അവരുടെ ആത്മാവ് ഉയർന്നു ചെന്നത് എവിടേക്കാണ്? ഇലല്ലാഹിൽ വാഹിദിൽ അഹദ്, അല്ലാഹുവിലേക്ക് ചേർന്നു കഴിഞ്ഞു. അപ്പോഴാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഇവിടെ വേറെ ആരെയും കാണാനില്ലല്ലോ, ഇവിടെ ആരുമില്ലല്ലോ, ഇവിടെ ഉള്ളവനേ ഉള്ളൂ, ഇവിടെ ഉള്ളവനേ ഉള്ളൂ. ഒരിക്കലില്ലാതെ പിന്നെ ഉണ്ടായി, പിന്നെ ഇല്ലാതെയായവനെ ഒന്നും കാണാനില്ല. ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഉള്ളവനെ മാത്രമേ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. ആ ഒരു ചേരലാണ്, ആ ഒരു മഹബത്താണ് നമ്മുടെ ആത്മീയമായ വഴി. എനിക്കിതെങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. ഒന്നേ എനിക്ക് പറയാൻ അറിയൂ, നമ്മുടെ ഖൽബ് റബ്ബിലേക്ക് ചേരണം, അല്ലാഹുവിലേക്ക് ലയിക്കണം. നമ്മൾ ഇരിക്കുന്നിടത്ത്, നമ്മൾ ചെയ്യുന്നിടത്ത്, നമ്മൾ സഞ്ചരിക്കുന്നിടത്ത് അല്ലാഹ് പടച്ചവനെ, ഞങ്ങൾ നിന്റെ അടിമകളാണ്. അല്ലാഹുവിന് നമ്മളോട് വലിയ സ്നേഹം, അല്ലെങ്കിൽ നമുക്കിവിടെ ജീവിച്ചിരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന് നമ്മളോട് കാരുണ്യമാണ്, അല്ലാഹുവിന് നമ്മളോട് ലുത്ഫാണ്, അല്ലാഹുവിന് ഔദാര്യമാണ്. റബ്ബിന്റെ ഔദാര്യമില്ലെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ എന്ത് അവകാശം? അല്ലാഹുവിന്റെ വിട്ടുവീഴ്ചയില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ എന്ത് ന്യായം? അല്ലാഹുവിന്റെ ഔദാര്യമില്ലെങ്കിൽ ഞാൻ ഇവിടെ ജീവിക്കാൻ എന്ത് അവകാശി? അപ്പാ റബ്ബിനെ അറിയലാണ് ഏറ്റവും വലിയ അറിവ്.